ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എടാ നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, എന്നീ വ്യാധികൾക്ക് സാധ്യത. ബ്ലോഗർ സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കിയും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിലിറങ്ങിയത്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്. നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത്. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. ശകലകലാവല്ലഭൻ പക്ഷെ വകടിരിവ് വട്ടപൂജ്യം. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഈ കക്ഷിയുടെ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അല്ലാതെ ഒരു മാന്യന്റെ, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞ, നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. അന്തസ് വേണോടാ, അന്തസ്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ. ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരമുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. സമാധാനമായല്ലോ. മെഡിക്കൽ കോളേജ് സർവീസിന് വിട്ടാൽ പോലെ രോഗികളെ ആശ്രയിക്കല്ലേ. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം. മെഡിക്കൽ കോളേജ് സർവീസിന് വിട്ടാൽ പോലെ രോഗികളെ ആശ്രയിക്കല്ലേ. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം. അതാണ് ചെയ്യുന്നത്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. യോഗ അവസാനിച്ചിരിക്കുന്നു. എല്ലാരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ.